ഹലോ ഗൈസ്, ഞങ്ങളൊന്ന് പുറത്തു പോയതായിരുന്നു കേട്ടോ. വരുന്ന വഴിക്ക് നല്ല പഴുത്ത മാങ്ങ കണ്ടപ്പം കയ്യോടങ്ങ് മേടിച്ചു. ഇൻസ്റ്റഗ്രാമില് ഫ്രൂട്ടി ഉണ്ടാക്കുന്ന വീഡിയോ കണ്ടപ്പം ഉണ്ടാക്കണം ഉണ്ടാക്കണം എന്ന് കുറെ ദിവസമായിട്ട് വിചാരിക്കുന്നത്. പഴുത്ത മാങ്ങ മേടിച്ചതിന്റെ പ്രധാന ഉദ്ദേശം അത് തന്നെയാണ്. വേറൊരു കാര്യമുണ്ട്, ഇതിലേക്ക് പഴുത്ത മാങ്ങ മാത്രം പോരാ, പച്ചമാങ്ങയും വേണേ. അത് പിന്നെ വീട്ടിൽ തന്നെ ഉള്ളത് കൊണ്ട് പോയി രണ്ടെണ്ണം അങ്ങ് പറിച്ചു പോന്നു. അപ്പോഴേക്ക് ആരുട്ടനും ലാൻഡ് ചെയ്തിട്ടുണ്ട്. നോക്കി, മാങ്ങാണ്ടി ഊമ്പി ഇവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് നമ്മുടെ പരിപാടിയിലേക്ക് വരാം. ഒരു പാൻ എടുത്ത് അതിലേക്ക് കുനുകുന അരിഞ്ഞ പച്ചമാങ്ങയും പഴുത്ത മാങ്ങയും അതുപോലെ ആവശ്യത്തിനുള്ള പഞ്ചസാരയും വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. ആരുട്ടം മാത്രല്ല, ജ്യോതിയച്ചി ഉണ്ടായിരുന്നു. ഞങ്ങൾ കൂടിയാ പിന്നെ ഓരോന്ന് പറഞ്ഞ് ചിരിയോട് ചിരിയാണ്. ഇത് വേവിച്ചെടുക്കാണ് കേട്ടോ വേണ്ടത്. എന്നിട്ട് ചൂടാറിയതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് ആക്കിയിട്ട് നല്ലോണം അടിച്ചെടുക്കാം. എന്നിട്ട് ഇത് അരിച്ചെടുക്കുകയും വേണേ. അടിച്ചെടുത്ത ഈ പഴുപ്പിലേക്ക് ഒരു നാരങ്ങയുടെ നീര് കൂടെ ഞാൻ പിഴിഞ്ഞൊഴിക്കുന്നുണ്ട്. ഇതിപ്പോ നല്ല കട്ടിയിലാണ് കിടക്കുന്നത്. ആ കട്ടി ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പാകത്തിനുള്ള വെള്ളം കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. 5 നല്ല പഴുത്ത മാങ്ങയും 2 പച്ചമാങ്ങയും 1/2 കപ്പ് പഞ്ചസാരയാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. കുറച്ച് ഐസ് ക്യൂബ്സ് കൂടെ ഇട്ട് തണുപ്പിലങ്ങ് കുടിച്ചാ എന്റെ പൊന്നോ, എക്സാക്ട് നമ്മുടെ ഫ്രൂട്ടി കുടിക്കുന്ന അതേപോലെ തന്നെയാണ് കേട്ടോ. ഉണ്ടാക്കുന്ന സമയത്ത് ഞാൻ പോലും വിചാരിച്ചില്ലടോ ഇത് ഇത്രയും ടേസ്റ്റി ആയിരിക്കുന്നത്. ചൂടൊക്കെ അല്ലേ, അപ്പൊ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ടാറ്റാ.